നോമ്പുകാലം എന്നാൽ ഉള്ളിലേക്ക് ഒരു തീർത്ഥാടനത്തിൻ്റെ കാലമാണ്. ലോകത്തിൻ്റേതായ സുഖഭോഗങ്ങളിൽ നിന്നും ശബ്ദകോലാഹലങ്ങളിൽ നിന്നും ഒരു കല്ലേറു ദൂരം മാറി നിൽക്കാനുള്ള അവസരം കൂടിയാണിത്. മരുഭൂമി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നത് ചുട്ടുപൊള്ളുന്ന മണലാരണ്യവും ഒറ്റപ്പെടലുമാണ്. കണ്ണഞ്ചിപ്പിക്കുന്ന ഒന്നും അവിടെയില്ല. ഈ ശൂന്യതയാണ് നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കുന്നത്. കഠിനമായ ചൂടിനെയും പ്രതിസന്ധികളെയും മരുഭൂമിയിലെ ചെടികളും ജീവികളും അതിജീവിക്കുന്നു. സമാനമായി ജീവിതത്തിലെ പ്രതിസന്ധികളാകുന്ന മരുഭൂമികളിലൂടെ കടന്നു പോകുമ്പോഴാണ് മനുഷ്യൻ തൻ്റെ ആന്തരികമായ കരുത്ത് തിരിച്ചറിയുന്നത്. മരുഭൂമിയിലെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ നിശബ്ദതയാണ്. തിരക്കേറിയ ലോകത്ത് നമുക്ക് നഷ്ടമായത് ഈ നിശബ്ദതയാണ്. ഉള്ളിലേക്ക് തീർത്ഥാടനം നടത്തുമ്പോൾ ഈ നിശബ്ദത ദൈവത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെയോ ശബ്ദം കേൾക്കാൻ നമ്മെ സഹായിക്കുന്നു. ഉദ്ധാനത്തിലേക്ക് ഒരുങ്ങാൻ നാം 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1. പ്രാർത്ഥന അല്ലെങ്കിൽ ആത്മീയ വിശുദ്ധി. മരുഭൂമിയിലെ നിശബ്ദതയിൽ ഈശോ പിതാവായ ദൈവത്തോട് സംസാരിച്ചു. ഈ നോമ്പുകാലത്ത് അല്പസമയം നിശബ്ദമായിരിക്കാനും ദൈവസ്വരം കേൾക്കാനും നമുക്ക് സാധിക്കണം. 2. ഉപവാസം അല്ലെങ്കിൽ നിയന്ത്രണം. ഭക്ഷണത്തേക്കാൾ ഉപരിയായി നമ്മുടെ കോപം, അസൂയ, പരദൂഷണം എന്നിവ ഉപേക്ഷിക്കാൻ നമുക്ക് കഴിയണം. ബലഹീനതകളെ നിയന്ത്രിക്കാൻ ഉപവാസം നമ്മെ സഹായിക്കും. 3. കാരുണ്യം അഥവാ സ്നേഹം. ഈശോയുടെ പീഡാസഹനം ലോകത്തോടുള്ള സ്നേഹത്തിൻ്റെ പരമകോടിയാണ്. ചുറ്റുമുള്ള വേദനിക്കുന്നവരിലേക്ക് കരുണയുടെ കൈകൾ നീട്ടുമ്പോൾ നാം യഥാർത്ഥത്തിൽ ഉദ്ധാനത്തിനായി ഒരുങ്ങുന്നു. ചുരുക്കി പറഞ്ഞാൽ മരുഭൂമിയിലെ പരിവർത്തനം എന്നത് ഒരു പുതിയ മനുഷ്യനായി മാറാനുള്ള യാത്രയാണ്. ഓരോ തീർത്ഥാടനവും അവസാനിക്കുന്നത് ഒരു പുതിയ തിരിച്ചറിവിലാണ്. നമ്മുടെ ഉള്ളിലെ അഹന്തയും ഭയവും മരുഭൂമിയിലെ കാറ്റിൽ ഉപേക്ഷിച്ച് സ്നേഹവും സമാധാനവും നിറഞ്ഞ പുതിയ ഒരു ലോകം നമുക്കുള്ളിൽ കണ്ടെത്താം.